ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഈ ചാനൽ ഒന്ന് കയറി സബ്ബടിക്കുക. പിന്നെ നിങ്ങളുടെ തള്ളാവിരൽ ഫ്രീ ആണെങ്കിൽ ആ ബെല്ലൈക്കൺ നിൽക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ പഠിച്ച ആളുകളും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് കുഞ്ചാക്കോബിന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. ആ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യമായി കാണുന്നത് കുഞ്ചാക്കോബിന്റെ സിനിമയാണ് അനിയത്തി പ്രാവ് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ഒരു നടൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. എൻ്റെ കൂടെ ഉള്ളത് അനീഷ്. അദ്ദേഹം സിനിമാ മേഖലയിൽ ഒരുപാട് അറിയെങ്കിലും ഞങ്ങൾ അവനെ പിടിച്ച് ഞാനും അവനും കൂടി പ്ലാൻ ഇട്ടു. ഇപ്രാവശ്യം കുഞ്ചാക്കോബൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ എൻ്റെ ഇഷ്ട നടനും കൂടിയാണ് അദ്ദേഹം. ചാക്കോച്ചനെ കാണാൻ ആഗ്രഹമായി അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആകെ ഞങ്ങൾ പോസ്റ്റായി. അവിടെ മുറ്റത്തെ കാറൊക്കെ കിടക്കും കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ചാക്കോച്ചന്റെ ആയിരിക്കും എന്ന് വിചാരിച്ച് അവിടെ ചെന്നു. അപ്പോ ചാക്കോച്ചന്റെ വാഹനമല്ല ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അവിടെ എത്താൻ ഏകദേശം കുറേ സമയമെടുത്തു. ഞങ്ങൾ ചാക്കോച്ചന്റെ വാഹനമാണെന്ന് കരുതി അതിന്റെ മുമ്പിൽ സെൽഫി എടുക്കാനൊക്കെ പ്ലാൻ ഇട്ടു. പിന്നെ ഒരു ഏട്ടനോട് ചോദിച്ചു, ഇത് ചാക്കോച്ചേട്ടന്റെ വാഹനമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്മാറി. എന്നിട്ട് ഞങ്ങൾ ചാക്കോച്ചേട്ടന്റെ സിനിമ, അതായത് അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് വീടൊന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചറിഞ്ഞപ്പോൾ ഇങ്ങനെ പിന്നെ SBI ബാങ്കിന്റെ നേരെ മുമ്പിലാണ്. അവിടെ ഫെഡറൽ ബാങ്ക് ഉണ്ട്, SBI ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ എടുത്താന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏകദേശം കുറേ സമയം എടുത്ത് സമയം നോക്കുകയാണെങ്കിൽ 12:40 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അവർ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞോട് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വാഹനം, അതായത് ചാക്കോച്ചേട്ടൻ ആ റോഡിലൂടെ പാസ് ചെയ്തു. അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചാണ്, കാണാൻ പറ്റി. ഞങ്ങൾ കുറേ സമയം ചെലവഴിച്ചുകൊണ്ട് അവിടെ എത്തിയെങ്കിലും പിന്നെ അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലേക്ക് കയറുന്ന കണ്ട് ഒരു വാഹനം അതിലേക്ക് കയറുന്ന കണ്ടിട്ട് ചാക്കോച്ചേട്ടന്റെ നേരെ മുമ്പിൽ, ഞങ്ങളവിടെ വീടിന്റെ മുമ്പിലേക്ക് ഒരു കാർ അങ്ങോട്ട് പോയി. അതായത് ഇതാണ് ചാക്കോച്ചേട്ടന്റെ വീട്. അപ്പൊ നേരെ അതിന്റെ മുമ്പിലേക്ക് ഒരു കാറ് നിർത്തിയിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ചാക്കോച്ചേട്ടന്റെ വീട് എന്ന് കരുതി ബെല്ലടിക്കുമ്പോഴായിട്ട് നമ്മുടെ സുഹൃത്ത് സിനിമാ മേഖലയിൽ നല്ല പരിചയമില്ല ആളാണ്, ചാക്കോച്ചേട്ടന്റെ ഫ്രണ്ട് കൂടിയാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ നിന്നിട്ട് കുറെ സെൽഫി അടിച്ചു. അതുപോലെ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ നടന്നു. അപ്പൊ ഞങ്ങൾ പിന്നെ തിരിച്ചു പോരാൻ പ്ലാൻ ഇട്ടപ്പോഴാണ് ഇദ്ദേഹത്തെ കുറിച്ച് മൊത്തമായിട്ട് അറിഞ്ഞത്. ഇദ്ദേഹം 100ഓളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ അനിയത്തി പ്രാവ് മുതൽ ഓഫീസർ എന്ന് പറയുന്ന പുതിയ സിനിമയിലും പ്രിയം എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ആദ്യമായി കാണും.